ഹലോ ഗൈസ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യൂട്യൂബ് ചാനൽ തുടങ്ങി കുറേ നാളായിട്ട് വിചാരിക്കുന്നൊരു വ്ളോഗ് ചെയ്യണമെന്നുള്ളത്. അപ്പോൾ ഈ അടുത്തൊരു വേളാങ്കണ്ണി ട്രിപ്പ് ഫാമിലിയായിട്ട് പോയായിരുന്നു. അപ്പോൾ ആ ട്രിപ്പിൻ്റെ വീഡിയോ ആണ് ഇത്. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയറും ചെയ്യുക. ഇപ്പോൾ രാത്രി 11 മണിക്കാണ് ട്രെയിൻ. ഞങ്ങൾ വീട്ടിൽ നിന്നൊരു 11 മണിയൊക്കെ ആയപ്പോൾ ഇറങ്ങി. അപ്പോൾ ആലുവയിൽ നിന്നാണ് നമുക്ക് പോകേണ്ടത്. ആലുവയിൽ ഒരു 9:30 ഞങ്ങൾ ആലുവയിലെത്തി. ഇവിടെ ബംഗാളികളാണ് തോന്നുന്നു കൂടുതൽ. എന്തെങ്കിലും ഒരു ഡൗട്ട് ചോദിക്കാനായിട്ട് ചെന്ന് കഴിഞ്ഞാൽ എല്ലാ ഹിന്ദിക്കാരന്മാർ. പിന്നെ ട്രെയിൻ വന്നു. ഈ ട്രെയിൻ എറണാകുളത്തു നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. കാരക്കടി വരെയാണ് പോകുന്നത്. ഞങ്ങൾ നാഗപട്ടണത്തിൽ ഇറങ്ങി ആലുവയിൽ നിന്ന് ബുക്ക് ചെയ്ത് നാഗപട്ടണം വരെയായിരുന്നു ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരു 11 മണിയൊക്കെ ആയപ്പോഴത്തേനും ഞങ്ങൾ നാഗപട്ടണം ഇറങ്ങി. രാവിലെ 11 മണിയാണ് കേട്ടോ. അവിടെ നിന്നൊരു ഓട്ടോ വിളിച്ച് നേരെ പള്ളിയിലോട്ട്. നമ്മൾ ഓൾറെഡി റൂമൊക്കെ ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് റൂം കിട്ടി. ഇപ്പം സ്കൂൾ അവധി സമയമായതുകൊണ്ട് അത്യാവശ്യം നല്ല റഷ് ഉണ്ടായിരുന്നു. നമ്മൾ റൂമിൽ പോയി ബാഗും സാധനങ്ങളൊക്കെ വെച്ചൊന്ന് ഫ്രഷായിട്ട് ഫുഡ് കഴിക്കാനായിട്ട് ഇറങ്ങി. അടുത്ത് തന്നെ ഒത്തിരി ഹോട്ടലുണ്ടെങ്കിൽ നമ്മൾ അത്യാവശ്യം നല്ല ഹോട്ടൽ നോക്കി തപ്പി നടന്ന് ഒരു പരുവായി കേസ്. നമുക്ക് അറിഞ്ഞുകൊണ്ടുള്ള സ്ഥലങ്ങളിൽ പോകുമ്പോൾ അത്യാവശ്യം നല്ല ഹോട്ടലിൽ ചോദിച്ചറിഞ്ഞ് പോയി ഫുഡ് കഴിക്കുന്നതായിരിക്കും ശരീരത്തിന് നല്ലത്. ഫുഡൊക്കെ കഴിച്ച് തിരിച്ച് റൂമിലോട്ട് ചെറിയൊരു മയക്കം. അത് കഴിഞ്ഞ് വൈകുന്നേരം പിന്നെ ഒരു 4-4:30 ഞങ്ങൾ നല്ല ബീച്ചിലോട്ട് ഇറങ്ങി. അത്യാവശ്യം ആൾ ഇറങ്ങുന്നുണ്ടാകും തോന്നും. കടൽ വെള്ളമൊക്കെ ഒരുമാതിരത്തെ കളറായിരുന്നു. ഞങ്ങളും ഇറങ്ങി. സമയത്ത് നല്ല ചൂടുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ നല്ല ചൂടുമുണ്ട്. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും വൃത്തി സൈഡിൽ കൂടെ പോയിട്ടില്ല. കടലിലോട്ടൊക്കെ നമ്മൾ ആ ബീച്ചിലോട്ടൊക്കെ നടന്നു വരുന്ന വഴിയൊക്കെ രക്ഷയില്ല. അമ്മാതിരി വേസ്റ്റും അഴുക്ക് സാധനങ്ങളും. കുറേ സ്ഥലത്ത് എലിയൊക്കെ ചത്ത് കിടക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇത്രയും നേരം ചില്ലടിക്കാൻ വേണ്ടി വെള്ളത്തിലൊക്കെ ഇറങ്ങി പിള്ളേരായിട്ടൊക്കെ ഒന്ന് കളിച്ച്. കുളിയൊക്കെ കഴിഞ്ഞ് നമ്മൾ റൂമിൽ ഫ്രഷായി വൈകുന്നേരം അങ്ങനെ പള്ളിയിലോട്ട് ഇറങ്ങി.
ചെയ്ത് അങ്ങനെ പഴയ പള്ളിയിലോട്ട് പോവുകയാണ്. ഇതാണ് പഴയ പള്ളി. റഷ് കാരണം പുറത്തുനിന്നുള്ള വീഡിയോ ഒന്നും എടുക്കാൻ പറ്റുന്നുണ്ടായില്ല. പുറത്ത് ഓൾറെഡി വേറെ പണികളൊക്കെ നടക്കുന്നുണ്ട്, ജോലിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ബിൽഡിങ്ങിൻ്റെയൊക്കെ. അങ്ങനെ അതിൻ്റെ അകത്ത് കയറി ഒന്ന് പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് പിന്നെ വെളിയിൽ പൂജ നടക്കുന്നുണ്ടായിരുന്നു. ഞങ്ങളങ്ങനെ പൂജയ്ക്ക് കയറി. തമിഴ് പൂജയായിരുന്നു, എന്നാലും കയറി. ഞങ്ങൾ റൂമിലോട്ട് പോകുന്നു ഗൈസ്. റൂമിലോട്ടാണ് പോകുന്നത്. ഇനിയിപ്പോൾ വേറെ പരിപാടിയൊന്നുമില്ല, ചെന്ന് കിടക്കുക. നാളെ രാവിലെ 11 മണിക്ക് മലയാളം പൂജയുണ്ട്, അത് കണ്ട് ജസ്റ്റ് കടയിലൊക്കെ ഒന്ന് കയറി കൊച്ചുങ്ങൾക്ക് എന്തെങ്കിലും മേടിച്ചിട്ട് ഉച്ചയ്ക്കാണ് റിട്ടേൺ ട്രെയിൻ. ഞങ്ങളങ്ങോട്ട് പോയ സെയിം വണ്ടി തന്നെയാണ്, കാലിക്കറ്റ് എക്സ്പ്രസ്. അവിടെ നിന്ന് വൈകുന്നേരം 5 മണിക്ക്, ഇവിടെ പിറ്റേന്ന് വെളുപ്പിനെ 5 മണിയൊക്കെ ആകുമ്പോൾ ഇവിടെ എത്തും. ഈ പുതിയ പള്ളിയിലായിരുന്നു മലയാളം പൂജ. അങ്ങനെ പൂജയൊക്കെ കണ്ടിട്ട് ഇറങ്ങി. ഇപ്പം നേരെ റൂമിൽ പോവുക, സാധനങ്ങളൊക്കെ എടുക്കുക. വണ്ടി പറഞ്ഞിട്ടുണ്ട്, നേരെ സ്റ്റേഷനിൽ പോവുക, അവിടെ നിന്ന് നേരെ നാട്ടിലോട്ട്.